അന്നും ലൈല ചായയുമായി അതാ അവരുടെ മുമ്പിലേക്ക് ചെന്നു. പുതിയാപ്ലച്ചക്കൻ അവളെ നോക്കി. കൂടെയുള്ളവരും. എന്ത് പേര്? ലൈല. ഏതുവരെ പഠിച്ചു? ഡിഗ്രി. ഓ. അവൾ തിരിഞ്ഞു നടന്നു. എന്നാൽ അന്ന് അവർ ചായ കുടിച്ച് തിരിച്ചു പോയപ്പോൾ കാത്തിരുന്നു. അതെ, ഇന്നെങ്കിലും എന്നെ പറ്റുമോ എന്നോർത്ത്. കാരണം ലൈല കറുത്തവളായിരുന്നു. അല്പസമയത്തിന് ശേഷം അതാ ബ്രോക്കറുടെ ആ ഒരു ഫോൺ കോൾ. ഉമ്മ ഫോൺ എടുക്കുന്നു. ഹലോ. ആ, പിന്നെ നിങ്ങളെ മകൾ ലൈലയെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവൾക്ക് തീരെ കളറില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി കളറുള്ള കുട്ടികളെ വേണമെന്നാണ് പറഞ്ഞത്. എന്നാൽ അത് കേട്ട് ഉമ്മ ഒന്നും മിണ്ടിയില്ല. ബ്രോക്കർ ഫോൺ കട്ട് ചെയ്തു. അതെല്ലാം കേട്ട് ലൈല കട്ടിലിലേക്ക് അതാ കരഞ്ഞുകൊണ്ട് വീണു. അതെ, തനിക്ക് ജീവിതത്തിൽ ഒരു മംഗല്യഭാഗ്യം ഉണ്ടാവില്ലേ? അതെ, ഞാൻ കറുത്തതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ എന്നെ കാണുവാൻ വേണ്ടി വന്നു. പക്ഷേ ഒരാൾക്കും എന്നെ പറ്റുന്നില്ല. ഉമ്മയോട് പലതവണ പറഞ്ഞതാണ്, ഉമ്മ വേണ്ട, ഈ കല്യാണമൊന്നും വേണ്ട. അതായത് എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല. ഉമ്മ, ഞാൻ കറുത്തവളല്ലേ? കറുത്തവളായതുകൊണ്ട് ഈ ഒരു സമൂഹത്തിൽ എനിക്ക് സ്ഥാനമില്ലല്ലോ. ആര് പറഞ്ഞു മോളെ? നീ സുന്ദരിയാണ് എൻ്റെ ലൈല. അതെ, നിന്റെ നിറം കറുപ്പാണെങ്കിലും നിനക്ക് മനോഹരമായ ഒരു മുഖഷേപ്പുണ്ട്. അതുമാത്രമല്ല, മനോഹരമായ ഹൃദയവുമുണ്ട്. പൊന്നു മോളെ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുട്ടിക്ക് പറ്റിയൊരു പുതിയാപ്പിളിനെ പഠിച്ചും കൊണ്ടുവന്ന് തരും. മോൾ വിഷമിക്കല്ലേ, ലൈലയുടെ ഉമ്മ സമാധാനപ്പെടുത്തി. അങ്ങനെ അതാ അന്നും ലൈല വീട്ടുജോലികളെല്ലാം ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയം ബ്രോക്കറുടെ വിളി. ഉമ്മയാണ് ഫോൺ എടുത്തത്. ഹലോ. ആ, പിന്നെ ലൈലയെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. എന്നാൽ അത് കേട്ട് ആ ഉമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രോക്കറെ, നിങ്ങൾ ഓളിങ്ങനെ ഓൾക്ക് വേണ്ടി കൊണ്ടുവന്ന അവൾ ആർക്ക് പറ്റാനാ? എന്താ ചെയ്യാ? എൻ്റെ കുട്ടി കുറച്ച് കറുത്ത് പോയില്ലേ? അതൊന്നും വിഷയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചെക്കന്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ചെക്കനൊരു ഡോക്ടർ കൂടിയാണ്. ഡോക്ടറോ? എൻ്റെ ഈ മോൾക്കൊരു ഡോക്ടറോ? അതും പാവങ്ങളായ ഞങ്ങൾക്ക്? അതെ, പാവങ്ങളായാലും കുഴപ്പമില്ല, കളറില്ലെങ്കിലും കുഴപ്പമില്ല, സൗന്ദര്യമില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉമ്മാക്ക് ഒരു ആവലാതി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ എൻ്റെ മോൾക്ക് പറ്റിയ ആളായിരിക്കും ഡോക്ടറും. അങ്ങനെ അത് മനമില്ല മനസ്സോട് മകളോട് കാര്യം പറയുന്നു. മോളെ, നിന്നൊരു ഡോക്ടർ കാണാൻ വരുന്നുണ്ട്. ഉമ്മ, എന്തിനാ ഉമ്മ? ഇനിയും വേണ്ടെന്ന് പറഞ്ഞ് പോവാനല്ലേ? ഇനി ആവില്ല ഉമ്മ. ആളുകളുടെ ഇടയിൽ ചായയും വെള്ളവും കൊണ്ടുപോയി ഒരു പാവയെപ്പോലെ നിന്ന് ഞാൻ മടുത്തു ഉമ്മ. ഇനി ആവില്ല, ഇനി എനിക്കാവില്ല. ഞാനിവിടെ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ട് ഇവിടെ കഴിഞ്ഞോളാം ഉമ്മ. മോളെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് പിന്നെ ആരുണ്ടാകും? വേറെ ആരുമില്ലല്ലോ. എന്നാൽ ഉമ്മയുടെ ആ കണ്ണീരിന് മുമ്പിൽ അവൾ അതിന് സമ്മതിക്കുകയായിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ നല്ലൊരു കാറ് അവളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വരുന്നു. വീടിൻ്റെ മുറ്റത്തേക്ക് കയറിയില്ലെങ്കിലും അതിനടുത്തുള്ള ആ ഒരു റോഡരികിൽ ആ വാഹനം പാർക്ക് ചെയ്തു. അതിൽ നിന്ന് അതാ ബ്രോക്കറും അതിൻ്റെ കൂടെ ഒരു സുന്ദരനായ ആളും കൂടെ ഒരു ഉമ്മയും ഇറങ്ങുന്നു. എന്നാൽ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം തൊട്ട് പിറകിലായിക്കൊണ്ട് മറ്റൊരു യുവാവും കൂടി ഇറങ്ങി വന്നു. അങ്ങനെ അതാ അവരുടെ ആ കൊച്ചു കുടിലിലേക്ക് അവർ പെണ്ണ് കാണാൻ വരികയാണ്. ബ്രോക്കർ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ആ, ഡോക്ടറും ഫാമിലിയും വരുന്നുണ്ട്. പെട്ടെന്ന് ശരിക്കും ആ ഉമ്മ ആകെ വെപ്രാളപ്പെട്ടു. ബ്രോക്കറെ, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത്ര ആളെ കൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഇപ്പോൾ തന്നെ കാണണമെന്ന് വാശി പിടിച്ചു. ഞാൻ പറഞ്ഞു നാളൊക്കെ കാക്കാന്നൊക്കെ. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ട് പോലുമില്ല, ഉള്ള വെള്ളം മതി എന്ന് ബ്രോക്കർ പറഞ്ഞു. എന്നാൽ ശരിക്കും ആ ഉമ്മ ഞെട്ടിപ്പോയി. റബ്ബേ, സുന്ദരനായ യുവാവാണ് എൻ്റെ മോളെ പെണ്ണ് കാണാൻ വരുന്നത്. ശരിക്കും ഞെട്ടിപ്പോയി. റബ്ബേ, ഞാൻ വിചാരിച്ചു എൻ്റെ മോളെപ്പോലെ വിരൂപനായിരിക്കുമെന്ന്, കറുത്തതായിരിക്കുമെന്ന്. ഇതങ്ങനെയൊന്നുമല്ല, സുന്ദരനായ ഒരു ഡോക്ടർ തന്നെയാണ് എൻ്റെ മോളെ കാണാൻ വന്നിരിക്കുന്നത്. അവൾ പലതവണ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഈ ഒരു ബന്ധം വേണ്ട ഉമ്മ, എന്നൊരിക്കലും അവർക്ക് പറ്റില്ല. ഞാൻ കറുത്തവളല്ലേ, ആർക്കും കറുത്തവളെ ഇഷ്ടമല്ല ഉമ്മ. അവൾ ഒരുപാട് കരഞ്ഞു പറഞ്ഞിരുന്നു. അങ്ങനെ അവരെല്ലാവരും ആ കൊച്ചുകുടിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് കയറുകയാണ്. ശരിക്കും ആ വീട് കാണുമ്പോൾ തന്നെ അവർ പറ്റാതെ പോകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ലായിരുന്നു. പതിവ് പോലെ ഉമ്മ ചായ ഉണ്ടാക്കി കൊടുത്തു, അവളുടെ കൈകളിൽ കൊടുത്തു. അത് ട്രേയിൽ വെച്ചുകൊണ്ട് അതെ കറുത്തവളായ ലൈല അവരുടെ മുമ്പിലേക്ക് പതുക്കെ പതുക്കെ നടന്നു. എല്ലാവരും ആ ചായ എടുക്കുന്നതിനിടയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി.
അവൾ ആകെ ഭയന്നു. ഇല്ല, ഉറപ്പായിട്ടും എന്നെ ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ സുന്ദരനായ ഡോക്ടർമാരൊക്കെ എനിക്ക് കിട്ടാൻ യോഗ്യതയുമില്ല. അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നടന്നു. എന്നാൽ ആ നോട്ടത്തിൽ അതാ ചോദിക്കുന്നു, മോളെ. അതെ, ആ ഡോക്ടറുടെ ശബ്ദം. പേരെന്താ? അവൾ ഒരു നിമിഷം അടിച്ചുകൊണ്ട് പറഞ്ഞു, ലൈല. ഓ, ലൈല, നല്ല പേര്. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു. റബ്ബേ, ഇല്ല, ഇതും എനിക്കൊരിക്കലും അനുകൂലമായിരിക്കില്ല. എങ്ങനെ എന്നെ ഇഷ്ടപ്പെടാൻ അവർക്കൊക്കെ? വെളുത്തു തുടുത്ത് സുന്ദരമായ കുടുംബം. ആ കുടുംബത്തിലേക്ക് കറുത്തവളായി ഞാൻ കയറി ചെല്ലുമ്പോൾ എല്ലാവരും കളിയാക്കും, അതുറപ്പാണ്. എന്നാൽ ലൈല അടുക്കളയിലേക്ക് ചെന്നു. മോളെ, ലൈല നിന്നെ വിളിക്കുന്നു. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. സാധാരണ രീതിയിൽ ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടാലാണ് അവർ റൂമിലേക്ക് സംസാരിക്കാൻ വിളിക്കുക. മോളെ വിളിക്കുന്നുണ്ട്. ഉമ്മ, എന്തിനാണ്? കണ്ടില്ലേ, മോളെ വിളിക്കുന്നുണ്ട്, പോയി നോക്ക്. എന്നാൽ ആ ഉമ്മ, മോളെ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അതാ മോളെ വിളിക്കുന്നു. ശരിക്കും അതാ ആ റൂമിലേക്ക് കയറിയേക്ക്, എന്തെങ്കിലും സംസാരിക്കണ്ടേ സംസാരിച്ചേക്ക്. ശരിക്കും ലൈല ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഇങ്ങനെയൊരു ഡോക്ടർ എന്നോട് സംസാരിക്കേ, എനിക്ക് അതിനുള്ള യോഗ്യതയൊക്കെ ഉണ്ടോ? എന്നാൽ ശരിക്കും അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ റൂമിലേക്ക് അവൾ കടന്നു ചെന്നപ്പോൾ സുന്ദരനായ ആ ഡോക്ടർ അവളെ നോക്കി പുഞ്ചിരിക്കുന്നു. ലൈല. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. എന്ത് പറയണമെന്നായിപ്പോയി. ലൈല, എന്താ മിണ്ടാത്തത്? എന്താ, എന്നെ ഇഷ്ടപ്പെട്ടോ? ഡോക്ടറുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിപ്പോയി. തന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നത്. എൻ്റെ മുഖത്തേക്ക് നോക്ക് ലൈല, എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക് ലൈല. നിന്നിലൂടെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു. നിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നിൻ്റെ സൗന്ദര്യം ഞാൻ കാണുന്നു. ശരിക്കും സാഹിത്യം തുളുമ്പുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ലൈല അറിയാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി. കാരണം തന്നോട് ഇതുവരെ ഒരു പുരുഷൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. പെണ്ണ് കാണാൻ വരും, പോവും, അങ്ങനെയാണ്. എന്നാൽ ലൈല ശരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി. അതെ, ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ശബ്ദം അത് അയാളിൽ നിന്ന് വന്നു. ലൈല, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി. നിനക്കോ? എന്നെ ഇഷ്ടമായെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിവാഹത്തിലേക്ക് കടക്കാമായിരുന്നു. ശരിക്കും അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആയിരുന്നു അയാളുടെ ആ ശബ്ദം പുറത്തേക്ക് വന്നത്. അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഞാനീ കേൾക്കുന്നത് സത്യമാണോ? ഒരു നിമിഷം അവൾ സന്തോഷം കൊണ്ട് പറഞ്ഞു, അതെ. സത്യമായിട്ടും എന്നെ ഇഷ്ടമാണോ? ആ, അതെ. അവൾ തലകുലുക്കി സമ്മതിച്ചു. ലൈല, അതെ, നമുക്കൊരുമിച്ച് ജീവിക്കണം കേട്ടോ, ഒരുപാട്. അങ്ങനെ അത് പെണ്ണ് കാണൽ കഴിഞ്ഞ് അവർ വീട്ടിൽ നിന്നിറങ്ങി. ലൈലക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. പഠിച്ചോനെ, എന്തത് സത്യത്തിൽ സംഭവിച്ചത്? എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ബ്രോക്കർ വിളിക്കുകയും ചെയ്തു. അതെ, ലൈലയെ അവർക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കല്യാണം വേണമെന്നാണ് പറഞ്ഞത്. ശരിക്കും ലൈല അത്ഭുതപ്പെട്ടു പോകുന്നു. ഉമ്മയും, മോളെ, വല്ലാത്തൊരു ഭാഗ്യം തന്നെ നമുക്ക് കിട്ടിയത്. നല്ലൊരു സുന്ദരനായ ഡോക്ടർ എൻ്റെ കറുത്ത പെണ്ണിനെ വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ ഉമ്മ, എനിക്കറിയുന്നില്ല എന്താണെന്നുള്ളത്. അങ്ങനെ ഏതാ വിവാഹത്തിൻ്റെ ദിനങ്ങൾ അടുത്തു വന്നു. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടുന്ന വിവാഹം. അതെ, ലൈല പാവപ്പെട്ടവളായതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കുമുള്ള വിവാഹത്തിൻ്റെ മുഴുവൻ ചുമതലയും ഡോക്ടറിൻ്റെ വീട്ടുകാർ വഹിച്ചിരുന്നു. അങ്ങനെ ആ വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ലൈലയുടെയും ഡോക്ടറുടെയും വിവാഹം നടക്കുകയാണ്. മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയ ലൈലയെ കണ്ട് എല്ലാവരും അടക്കം പറഞ്ഞു ചിരിച്ചു. അയ്യേ, ഇതെന്താ കറുമ്പി പെണ്ണോ? കരിവാളിച്ച പെണ്ണ്. അയ്യേ, വെളുത്ത ചെക്കനും. രാവും പകലും തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നപ്പോൾ എല്ലാവരും അത് പറഞ്ഞ് കളിയാക്കി. അതെ, ഒന്ന് കറുത്ത വാവാണ്, ഒന്ന് വെളുത്ത വാവും. അങ്ങനെ പല രീതിയിലുള്ള സംസാരങ്ങൾ. ശരിക്കും ലൈലയുടെ ചെവിയിലേക്ക് ആ വാക്കുകൾ തുളഞ്ഞു കയറിക്കൊണ്ടിരുന്നു. അവൾ ആകപ്പാടെ പ്രയാസപ്പെട്ടു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഡോക്ടർ അവളുടെ അരികിലെത്തി. ലൈല. അവളുടെ ആ നിറഞ്ഞ മിഴികൾ കൊണ്ട് അവനെ നോക്കി. നീ എന്താ കരയാണോ? പിന്നെ കരയണ്ട കേട്ടോ, നമ്മുടെ നിക്കാഹ് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ആരെന്തൊക്കെ പറഞ്ഞാലും അതൊരു പ്രശ്നമില്ല. ലൈല, നിനക്ക് ഞാൻ നല്ലൊരു സമ്മാനം തരുന്നുണ്ട്, നീ കരയാതിരിക്കൂ. എന്നാൽ അവർ രണ്ടുപേരും സ്വകാര്യം പറയുമ്പോഴും സംസാരിക്കുമ്പോഴും അവിടെയുള്ള ആളുകൾ
അവരെ നോക്കി പരിഹസിക്കുകയായിരുന്നു. നല്ലൊരു വെളുത്തു തുടുത്തൊരു ചെക്കനെ ഒരു കറമ്പി പെണ്ണിനാണോ കല്യാണം കഴിക്കുന്നത്? ഹയ്യേ മോശം. എന്തൊക്കെ തന്നെയായാലും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് അതാ ഡോക്ടറുടെ വീട്ടിലേക്ക് അവൾ പോകുകയാണ്. ഡോക്ടർ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ച് നടക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം കണ്ട് ആ ഉമ്മ സന്തോഷിച്ചു. ആരെന്തൊക്കെ പറഞ്ഞാലും അതെ, എൻ്റെ മോളെ നല്ലപോലെ നോക്കിയാൽ മതി, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നാൽ ഈ സമയം അതാ ഉമ്മയോടും പറഞ്ഞു, നിങ്ങളുടെ ആ കറുത്ത് കരിവാളിച്ച ആ ഒരു കരിങ്കുറ്റിനെ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഡോക്ടറെ കൊണ്ട് കെട്ടിച്ച് അതിൻ്റെ ഭാവി ജീവിതം നിങ്ങൾ നശിപ്പിക്കുന്നത്? പലരും അവരോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ശരിക്കും സങ്കടപ്പെട്ടു പോയി. ഞങ്ങളല്ല, അവരായിട്ട് തന്നെയാണ് ഈ വിവാഹം വേണമെന്ന് പറഞ്ഞത്. പരമാവധി ആ ഉമ്മ പറഞ്ഞൊഴിവാവാൻ നോക്കി. പക്ഷേ ഉമ്മാക്കും നല്ല രീതിയിൽ കുറ്റപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ അതാ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് ആ ആദ്യ രാത്രി അതെ മണിയറയിൽ അവൾ കാത്തിരിക്കുകയായിരുന്നു തൻ്റെ ഭർത്താവിനെ. ശരിക്കും അവൾക്ക് ഭയമുണ്ട്, പേടിയുണ്ട്. പെട്ടെന്ന് അതാ അവൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ലൈല ആ ഒരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ആ അതെ, തൻ്റെ ഭർത്താവാണ്, ഡോക്ടർ ഇക്ബാൽ. ഡോക്ടർ ഇക്ബാൽ. അതെ, അവൾക്ക് അദ്ദേഹത്തിൻ്റെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ വിറച്ചു പോയി. ലൈല, നീ എന്താ പേടിക്കണോ? ഇല്ല. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നീ എന്തിനാ കരയുന്നത്? കറുത്തവളായിട്ടോ? കറുത്തവളായെന്ന് വിചാരിച്ചിട്ട് നീ കരയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു ഡോക്ടറല്ലേ, എനിക്ക് നിന്നെ വെളുപ്പിക്കാൻ കഴിയുമല്ലോ. എത്രമാത്രം നീ സൗന്ദര്യം ആഗ്രഹിക്കുന്നു അതെല്ലാം ഞാൻ നിനക്ക് നൽകിയിരിക്കും കേട്ടോ. അത് എന്താ, ഇനി നിന്നെ ആരും കളിയാക്കില്ല. നാളെ ഞാനും നീയും ഒരുമിച്ച് നടക്കുന്നത് കാണുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടും. നോക്കിക്കോ, കളിയാക്കവരുടെ മുമ്പിൽ നീ പുഞ്ചിരിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ ലൈല. സ്നേഹത്തോടെ അയാൾ അവളെ ചേർത്ത് പിടിച്ചു, അവളുടെ നെറുകിൽ ചുംബിച്ചു. ലൈല, നിന്നെ ആരും കളിയാക്കുന്നത് എനിക്കിഷ്ടമല്ല. പകരം ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അതെ, നീ സുന്ദരിയാകണം, അതെൻ്റെ ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി ഞാൻ ഇന്നു മുതൽ ഒരു മെഡിസിൻ തരും. അതെ, ആ മെഡിസിൻ കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ നോക്കിയാൽ നിനക്കറിയാൻ കഴിയും നിൻ്റെ സ്കിന്നിൽ വരുന്ന മാറ്റം. നിൻ്റെ സ്കിന്ന് വളരെയധികം പ്രകാശപൂരിതമായിരിക്കും. നല്ല ലൈറ്റായിട്ട് സ്കിന്ന് തിളങ്ങും. എല്ലാവരുടെയും മുമ്പിൽ നീ കാണിച്ചു കൊടുക്കണം. നിൻ്റെ ആ മനോഹരമായ മുഖഷേപ്പിലേക്ക് വെളുത്ത നിറം കൂടെ വരുമ്പോൾ അത് എത്രമാത്രം മനോഹരമാകുമെന്ന്. അതെ, എന്താ, എനിക്ക് സങ്കടമുണ്ട് നിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് എല്ലാവരും നിന്നെ വിഷമിപ്പിക്കുമ്പോൾ എനിക്ക് നിന്നെ സന്തോഷിപ്പിക്കണം. അതെൻ്റെ ആഗ്രഹമാണ് മോളെ. സ്നേഹത്തോടെ ലൈലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡോക്ടർ അത് പറഞ്ഞു. ലൈലക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകളിൽ ആത്മവിശ്വാസം ഉണ്ടായി. അതെ, എനിക്ക് മെഡിസിനൊന്നും വേണ്ട. എനിക്ക് ഈ രീതിയിലുള്ള എൻ്റെ കറുപ്പ് നിറം സാരമില്ല, എനിക്കിങ്ങനെ മതി. മോളെ, അത് പറഞ്ഞാൽ എങ്ങനെ? എൻ്റെ കൂടെ നടക്കുമ്പോഴേ എല്ലാവരും നിന്നെ കളിയാക്കൂലേ? നിന്നെ ആരും കളിയാക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തരുന്നത്. വിദേശത്ത് നിന്ന് വരുത്തിയ മരുന്നാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നീ നോക്കിക്കൊണ്ട് നാളെ മുതൽ സുന്ദരിയായി തീരും. അതെ, കുറച്ചധികം ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നീ ആളാകെ മാറും. നിൻ്റെ സ്കിന്നിലെ ആ ഒരു ബ്ലാക്ക് കളറ് പൂർണ്ണമായും മാറി നല്ല ലൈറ്റായിട്ട് നിൽക്കും. ആരും നിന്നെ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട ലൈല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി സമ്മതിച്ച് കൊടുക്കുകയാണ്. അതെ, ഒന്നും വേണ്ട, ചെറിയൊരു ഇഞ്ചക്ഷൻ അത് ഞാൻ നിനക്ക് നൽകും. അത് നിൻ്റെ സ്കിന്നിൽ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല ശരീരമായി മാറും. എന്താ ലൈല, എനിക്ക് നിന്നെ എല്ലാവരും പരിഹസിക്കുന്നത് കണ്ടിട്ട് അത്യധികം സങ്കടമാണ്. അതുകൊണ്ടാണ്. ശരിക്കും ലൈലയെ ആ ഡോക്ടർ ചേർത്ത് പിടിച്ചു വീണ്ടും. അതെ, അതിനിടയിൽ അവൾക്ക് ഡോക്ടർ അത് നൽകി. പേടിക്കണ്ട കേട്ടോ. അവളെ തലോടിക്കൊണ്ട് അവളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അതിനിടയിൽ ആ ഇഞ്ചക്ഷൻ അയാൾ നൽകി കഴിഞ്ഞു. അത് ഏറ്റപാടെ ലൈല അറിയാതെ അയാളുടെ കൈകളിലേക്ക് തളർന്നു വീണു. അങ്ങനെ അതാ അവൾ ആ ബെഡിൽ കിടക്കുന്നു. അയാൾ അവളെ കിടത്തി. അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊന്നും അവൾ അറിയുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവൾക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത. എന്തു പറ്റി? ഡോക്ടർ സ്നേഹത്തോടെ അവളെ തലോടിക്കൊണ്ട് ചോദിച്ചു. അതെ ഇക്കു, എൻ്റെ വയറ്റിൽ വല്ലാത്തൊരു വേദന. ഓ, വേദനയോ? അതൊക്കെ ശരിയായിക്കോളും, സാരല്ല കേട്ടോ.
പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നിൻ്റെ സ്കിന്ന് നന്നാവാനുള്ള ട്രീറ്റ്മെൻറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചില ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. മോൾ ഒന്നുകൂടെ കിടന്നോ, റിലാക്സായി കേട്ടോ. കൂടുതൽ ഓടിച്ചാടി ഒന്നും കളിക്കണ്ട കേട്ടോ. ശരിക്കും അവൾക്ക് അയാൾ അത് പറഞ്ഞപ്പോൾ അവൾ വീണ്ടും അവിടെ തന്നെ തളർന്ന് കിടന്നു. കാരണം അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ആകപ്പാടെ ഒരു ടെൻഷൻ തോന്നി. കാരണം കല്യാണം കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് എത്തുകയെ ഉമ്മയുടെ അടുത്തേക്ക് പോവേ ഒന്നും ചെയ്യാതെ ഇവിടെ കിടക്കാന്ന് പറയുമ്പോഴേ, എന്നാൽ അവളെ ഇക്ബാൽ വീണ്ടും അതാ ആശ്വസിപ്പിച്ചു. നീ വിഷമിക്കല്ലേ മോളെ, എല്ലാം ശരിയാവും, നീ കിടക്ക് കേട്ടോ. നിന്നെ സുന്ദരിയാക്കിയിട്ടേ ഞാൻ നിൽക്കുള്ളൂ. അന്ന് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നാൽ അവൾക്ക് ശരിക്കും എഴുന്നേറ്റ് നടക്കുവാനോ കഴിയുന്നില്ല. ആകപ്പാടെ ഒരു ക്ഷീണം. അന്നും അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഫ്രഷായി നേരെ അവളുടെ അടുത്തേക്ക്. ലൈല, എങ്ങനെയുണ്ട് മോളെ? എന്താ, ആഹാ, നിന്റെ സ്കിന്നിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയല്ലോ. ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു. ഇത്ര പെട്ടെന്നോ? ആ, തുടക്കമാണ് കേട്ടോ. അത് കുറച്ച് ദിവസം ട്രൈ ചെയ്യുമ്പോഴേ അതൊക്കെ ഒന്ന് റെഡിയാവും. അങ്ങനെ ഏതാ വീണ്ടും അയാൾ പതിവ് പോലെ കിടക്കാൻ സമയം അവളെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് ചുംബനങ്ങൾ അർപ്പിച്ച് അതിനിടയിൽ ആ ഇഞ്ചക്റ്റ് അവൾക്ക് വേണ്ടി ചെയ്യുന്നു. ശരിക്കും ആ ഇഞ്ചക്ഷൻ കൊടുത്ത പാടെ അവളങ്ങ് തളർന്നുപോയി. എന്നാൽ അവൾക്ക് എന്തെന്നറിയില്ല, രാത്രികാലങ്ങളിൽ തൻ്റെ ഭർത്താവിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഞാനാകെ തളർന്നു പോവുകയാണ്. പിറ്റേന്ന് രാവിലെ സ്നേഹത്തോടു കൂടി അവളെ ഭർത്താവ് സമീപിച്ചു. അത് നല്ല രീതിയിൽ. ആഹാ, നീ നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ. അന്നും അയാൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ശരിക്കും അവൾ കണ്ണാടിയിലേക്കൊന്ന് നോക്കി. അതെ, തൻ്റെ മുഖം നിറം വെച്ചിരിക്കുന്നു. പക്ഷേ വിളറി വെളുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു കളറല്ല, ആകപ്പാടെ ഒരു വിളറി വെളുപ്പ്. പക്ഷേ കണ്ണിന് താഴ്ഭാഗത്തായിട്ട് കറുപ്പ് നിറം കൂടിയ പോലെ. എന്താ ഇത്? ഇങ്ങനെയാണോ? എനിക്ക് വേണ്ടില്ലായിരുന്നല്ലോ ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻ. എനിക്ക് വെളുക്കാനും താല്പര്യമില്ല. ഉള്ള തടിക്ക് ആരോഗ്യമുണ്ടായാൽ മതി. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ വെളുത്ത സുന്ദരിയാണെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ വയറിനകത്ത് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. എനിക്കറിയുന്നില്ല എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. അവൾ ആകപ്പാട് ടെൻഷനായി. അവൾ അന്ന് വിചാരിച്ചു, ഇല്ല, ഇന്ന് ആ ഇഞ്ചക്ഷൻ ഞാൻ തരാൻ സമ്മതിക്കില്ല, പകരം മറ്റെന്തെങ്കിലും. അവൾക്ക് അങ്ങനെ തോന്നി. എന്നാൽ അവൾ അന്ന് വാതിൽ പതുക്കെ തള്ളി നോക്കിയപ്പോൾ ഇല്ല, വാതിലടച്ചിട്ടില്ല. സാധാരണ രീതിയിൽ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ വാതിലടച്ചിട്ടാണ് പോവാറുള്ളത്. ഇന്ന് വാതിലടച്ചിട്ടില്ലല്ലോ, എന്ത് പറ്റി ഇത്? അവൾ പെട്ടെന്ന് അതാ ആ വാതിൽ തുറന്നു. പെട്ടെന്നാണ് അത് കണ്ടത്. അതിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു ലാബ് പോലെ അതാ ഡോക്ടേഴ്സിനെ പഠിക്കാനുള്ള ഒരുപാട് സാധനങ്ങളും ഒരുപാട് മിഷനറീസും അതുപോലെ അങ്ങനെ പലതും ഇരിക്കുന്നു. ശരിക്കും അവൾ ആ റൂമാകെ ഒന്ന് നോക്കി. ഡോക്ടർമാരുടെ ഒക്കെ റൂം എങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അവൾ ഒരുപാട് മെഡിസിൻസ് അവിടെ കണ്ടു. എനിക്ക് തരുന്ന ഇഞ്ചക്ഷൻ ഏതാണാവോ വെളുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ, ഒരു വൈറ്റമിൻസിൻ്റെ ഒരു ഇഞ്ചക്ഷൻ മരുന്ന് കണ്ടപ്പോൾ അവൾ അതെടുത്ത് കൈ പിടിച്ചു. നേരെ അതാ റൂമിലേക്ക് ചെന്നു. ഇന്നാവില്ല, എൻ്റെ വയറൊക്കെ ആകപ്പാടെ അസ്വസ്ഥതയാണ്. ഇന്നും വരും അയാൾ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ എത്തി. ലൈല, എൻ്റെ കുട്ടി ക്ഷീണിച്ചോ? സ്നേഹത്തോടെ അതാ അവളുടെ മുടിയിഴകളിലൂടെ അവൻ തലോടിക്കൊണ്ടിരുന്നു. അതെ, എന്തൊരു സ്നേഹം, ചുംബനം, അങ്ങനെ പലതും. പക്ഷേ കിടക്കുവാൻ സമയത്ത് ആ ഒരു ഇഞ്ചക്ഷൻ അത് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് വയറാകെ വല്ലാത്ത വേദന. എന്നാൽ അവൾ അന്ന് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എനിക്ക് എൻ്റെ വയറ് വല്ലാതെ വേദനയാകുന്നു, എനിക്ക് ഇനി ഇഞ്ചക്ഷൻ വേണ്ട. മോളെ, അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ. മതി, എനിക്ക് ഇത്ര മാത്രം വെളുത്തത് മതി. എന്തിനാ ഒരുപാട് വെളുത്തിട്ട്? എനിക്ക് മതി വെളുത്തത്. മോളെ, നിന്നെ ആളുകളുടെ ഇടയിലൂടെ കൊണ്ടുപോകുമ്പോഴേ അത് എനിക്ക് കൂടി ഒരു നാണക്കേടല്ലേ. പിന്നെ നിന്നെ എല്ലാവരും കണ്ട് അത്ഭുതപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദയവായി. അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ വയറ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഡോക്ടർ പറഞ്ഞു, ഓക്കെ, നമുക്ക് ഇന്ന് കൂടെ ചെയ്യാം, ഒരു 2 ദിവസം കൂടെ കേട്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടോ. എന്നാൽ അന്നും അതാ അയാൾ പതിവ് പോലെ അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അതിനിടയിൽ ആ ഇഞ്ചക്ഷൻ ചെയ്യുവാൻ വേണ്ടി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ലൈലക്ക് അത് തോന്നിയത്. അത് ഇഞ്ചക്ഷനിലേക്ക് കയറ്റുന്ന ആ മരുന്ന് മാറ്റി ഞാനെടുത്ത വൈറ്റമിൻസിൻ്റെ മരുന്ന് വെക്കാമെന്ന്. അങ്ങനെ അയാൾ ആ ഒരു ഇഞ്ചക്ഷനിലേക്ക് മരുന്ന് കയറ്റാൻ നിൽക്കുമ്പോഴേക്കും അതാ ലൈല ആ കുപ്പി മാറ്റി പതുക്കെ. ആ അരണ്ട വെളിച്ചത്തിൽ അയാളത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ വൈറ്റമിൻസിൻ്റെ മെഡിസിനാണ് അന്ന് ഇഞ്ചക്ഷനിലേക്ക് കയറിയത്. പതിവ് പോലെ അത് അവളെ ആ ആലിംഗനത്തിൻ്റെ ഇടയിലൂടെ
ആ ഇഞ്ചക്ഷൻ അവളുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റി. അവൾ പതുക്കെ നിലവിളിച്ചു. ഇല്ല ഇല്ല, ഇപ്പം കഴിയും, നിനക്ക് വേണ്ടിയല്ലേ പൊന്നെ, നമുക്ക് വേണ്ടിയിട്ടെന്നല്ലേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അതാ അയാൾ അവളെ ആശ്വസിപ്പിക്കുകയും തലോടുകയും ചെയ്യുന്നു. എന്നാൽ അന്ന് അവൾ പതിവ് പോലെ എന്നും മയങ്ങി വീഴുന്ന പോലെ അവൾ വീഴുന്നില്ല. പക്ഷേ അവൾക്ക് അവിടെ അഭിനയിക്കേണ്ടി വന്നു. അവൾ പതിവ് പോലെ അതാ മയങ്ങി വീഴുന്ന പോലെ അങ്ങ് അഭിനയിച്ചു. എന്നാൽ മയങ്ങി വീണു ജസ്റ്റ് അവളെ ഒന്ന് തൊട്ട് കുലുക്കി നോക്കി. ലൈല ഉറങ്ങിയോ, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ എന്നുള്ള രീതിയിൽ അവൾ ശരിക്കും അഭിനയിച്ചു. അത് എന്നും എൻ്റെ സ്ഥിതി ഇങ്ങനെയായിരിക്കും. മോളെ, എനിക്ക് പറ്റിയ ലൈല തന്നെയാണ് നീ. എന്നാൽ ആ നിമിഷം തന്നെ അതാ ഒരു കോൾ വരുന്നു. ഹലോ, എന്തായി, ഇന്നത്തേത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇന്നും അവളെ ബോധരഹിതയായി കിടത്തിയിട്ടുണ്ട് അവിടെ. അങ്ങനെ, നിങ്ങൾ ഐഡിയ കൊള്ളാം. എന്തായാലും എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാനേ നിങ്ങൾ വരുമല്ലോ അല്ലേ? അതെന്താ പെണ്ണെ, നിനക്കെന്താ പ്രസവിക്കാൻ പറ്റൂലെന്ന് ഇത്ര വലിയത്? നിനക്കിഷ്ടല്ലേ? എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോലെ ബേബി. എനിക്ക് പ്രസവിക്കുന്ന ഇഷ്ടമല്ല, എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ടാണ്. എന്തായാലും ഇങ്ങനൊരു പെണ്ണിനെ കിട്ടിയതും വലിയ ഭാഗ്യം. എൻ്റെയും നിൻ്റെയും കുഞ്ഞ് ഇവളുടെ വയറ്റിൽ വളരുന്നുണ്ട് എൻ്റെ പെണ്ണെ, സത്യമായിട്ടും. എന്നിട്ട് നമുക്ക് പാറി പറക്കണം നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട്. എന്നിട്ടേ ഇവൾക്ക് കുറച്ച് ക്യാഷ് എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാം. അതായിരിക്കും നല്ലത്. പ്രസവം കഴിയട്ടെ, ഇനിയിപ്പോൾ ഏതായാലും ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ സംശയമെല്ലാം തോന്നിയോ? അതൊന്നുമില്ല. എൻ്റെയും നിൻ്റെയും കുഞ്ഞ് നമുക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇവൾ നമുക്ക് പ്രസവിച്ച് തരും. അതാണ് പെണ്ണെ ഞാൻ കറുത്ത പെണ്ണിനെ കെട്ടിയത്, മനസ്സിലായോ? ഓക്കെ. അതെ, എനിക്കൊരു ഡൗട്ട്. പിന്നെ അവൾ പ്രസവിക്കുന്നതുകൊണ്ട് കറുത്ത പെണ്ണെങ്ങാനും ആയി തീരുമോ, അല്ലെങ്കിൽ കറുത്ത കുട്ടിയാവോ? ശരിക്കും അതെ, ആ പെണ്ണിൻ്റെ ഫോണിലൂടെയുള്ള ശബ്ദം കേട്ട് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അതെ, അവൾ അഭിനയിക്കുകയായിരുന്നല്ലോ. എങ്കിലും അവൾ അഭിനയം നടിച്ചു കിടന്നു. എന്നാൽ ഡോക്ടർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എടീ, അതെ, വെറും 8 മാസം കൂടി കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ പാട്ട് നോക്കി പോകാം. അതുവരെ നീ എൻ്റെ കൂടെ സഹകരിച്ചേ മതിയാവൂ. ഞങ്ങളുടെ കുഞ്ഞ് നിൻ്റെ വയറ്റിനകത്ത് വളരുന്നുണ്ട്. ശരിക്കും അതെ, അവളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ അവൾ അതൊന്നും കേൾക്കാത്ത രീതിയിൽ കണ്ണടച്ച് തന്നെ കിടന്നു. അതെ, കാമുകിക്ക് സൗന്ദര്യം നഷ്ടപ്പെടും, പക്ഷേ ഇവന് വേണം. അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. പക്ഷെ കുഞ്ഞിനെ ഉണ്ടാക്കാൻ അവൾ സമ്മതിക്കില്ല, അവളുടെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് കരുതി. പക്ഷേ അവൻക്കത് നിർബന്ധവും. അങ്ങനെയാണ് ഈ ഒരു പണി ചെയ്തത്. അതെ, കറുത്തവളായ ആ പെണ്ണിനെ നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് അവളുടെ ശരീരത്തിൽ ഇതൊക്കെ കുത്തിവെച്ചുണ്ടാക്കുന്ന പ്രവൃത്തി വാടക ഗർഭപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അവളത് കേട്ട് ഞെട്ടിപ്പോയി. അല്ല, ഞാൻ ഈ ഒരു അവസ്ഥയിലോ ഇത്രമാത്രം സ്നേഹം നടിച്ചതിനായിരുന്നു അല്ലേ? എങ്കിലും അവൾ ഒന്നും മിണ്ടാതെ കണ്ണടച്ച് തന്നെ കിടന്നു. ആ രാത്രിയിൽ അവളങ്ങ് ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ ചെയ്യുന്നു. എന്നാൽ അതിനിടയിൽ അവൻ അവളുടെ ആ ഒരു വയറ് പതുക്കെ തടവുന്നുമുണ്ട്. ശരിക്കും എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. എന്നാൽ അവൻ്റെ സിയിലുള്ള ആ ഒരു തണുത്ത കൈ അവളുടെ വയറിലൂടെ തഴുകുമ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. ഇത്രക്കും വലിയ ചതിയാണ് എന്നോട് ചെയ്യുന്നത്, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ ഇത്. എന്നാൽ പിറ്റേ ദിവസം അവൾ നേരത്തെ ഉണർന്നു. ആ സമയത്ത് ഉമ്മയുടെ കൂടെ അവനും അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ അടുക്കളയിലേക്ക് വരുന്നത് കണ്ട്, ലൈല, നീ എന്താ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റത്? ക്ഷീണം കാണും, പോയി കിടക്ക്. ഇല്ല, എനിക്ക് ക്ഷീണം ഇന്ന് അത്രയില്ല, വയറുവേദനയുണ്ട്, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും. എൻ്റെ പൊന്നു ലൈല, നീ പോയി കിടക്ക്. നീ എന്താ ഇങ്ങോട്ട് വന്നത്? എന്നാൽ ഇതെല്ലാം കണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, അവൻ്റെ അനിയൻ. എന്താ ഇത്താത്തനെ കാണാറേ ഇല്ലല്ലോ. ഒന്ന് അടുക്കളയിലേക്ക് വരുമ്പോഴേക്കും ഇക്കാക്ക് എന്തിനാ അവളോട് പോകാൻ വേണ്ടി പറയുന്നത്? അത് അവൾക്ക് റെസ്റ്റ് ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ടേ, അതുകൊണ്ടാണ്. ഇക്കാക്ക എന്തിനാ ഇത്രയധികം? കുറച്ചൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ നിൽക്കട്ടെ, അവൾ ഈ പുറം ലോകമൊക്കെ ഒന്ന് കാണട്ടെ. ഇത്രയും വലിയ കൊട്ടാരത്തിനകത്ത് ഒരു മുറിയിൽ അവളെ പൂട്ടിടുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ. ഇവിടെയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ. ശരിക്കും അവൾ അവിടെയൊക്കെ കണ്ട് അത്ഭുതപ്പെടുകയായിരുന്നു. അവിടെയൊന്നും അവൾ കണ്ടിട്ടേ ഇല്ല. മനോഹരമായ പൂന്തോട്ടങ്ങളും ഗ്ലാസ്സിലൂടെ കാണുന്ന മനോഹരമായ ബുഷുകളും എല്ലാം അവളുടെ ഒരു ചിത്രം പോലെയാണ് അവൾക്ക് തോന്നിയത്. അതൊന്നും ഒറിജിനലായി തോന്നിയില്ല. കാരണം തൻ്റെ ജീവിതം ഒരു മുറിക്കകത്താണ്. അവൻ തരുന്ന മയക്കുമരുന്ന് കഴിച്ചുകൊണ്ട് താൻ അവിടെ കിടക്കുകയാണ്. അവൾക്ക് ശരിക്കും അത്ഭുതമായിട്ട് തോന്നി. എന്നാൽ ഇത്താത്തയോട് അനിയൻ ചോദിച്ചു, അല്ലിത്ത, പിന്നെ എങ്ങനെയുണ്ട്? കാണാറേ ഇല്ലല്ലോ, എന്താ എപ്പോഴും റൂമിൽ? ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങിട്ട്, ഇവിടെയൊക്കെ എത്രമാത്രം കാഴ്ചകൾ കാണാനുണ്ട്. അതെ, ഭർത്താവിൻ്റെ അനിയൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും അവൾ
എന്തൊക്കെയോ ചിന്തിച്ചു പോയി. ശരിയാണ്, ഉമ്മാക്കും മകൻക്കും എന്തൊക്കെയോ അറിയാം, പക്ഷേ ഇവനൊന്നും അറിഞ്ഞിട്ടില്ല. ഇവരെല്ലാവരും കൂടി എന്നെ ചതിക്കുകയാണ്, പക്ഷേ ഇവനൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. എന്താ ഇത്ത ഇങ്ങനെ? ഞങ്ങളെ കൂട്ടത്തിലേക്കൊന്ന് വായോ, അതല്ലേ രസം. വിവാഹം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ. സ്നേഹത്തോടെ അവൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അല്പം ആശ്വാസം തോന്നി. മനുഷ്യത്വമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് വരെ തോന്നിപ്പോയി. എന്നാൽ അന്ന് അതാ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോയ സമയം അവൾ പതിവ് പോലെ ആ ലാബിലൊന്ന് കയറി നോക്കി. ശരിക്കും ഒരു സൂക്ഷ്മമായ പരീക്ഷണം. ആകപ്പാടെ ഡോക്ടർക്ക് മാത്രമേ അതിനുള്ളിലേക്ക് പ്രവേശനമുള്ളൂ. വേറെ ആർക്കും അങ്ങോട്ട് കടക്കാനേ സമ്മതിക്കില്ല. സ്വന്തം അനിയനെ പോലും കടക്കാൻ സമ്മതിക്കാറില്ല. അങ്ങനെയാണ്. അങ്ങനെ ആ മേശയുടെ വലിപ്പ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു ഡയറി ലഭിക്കുന്നു. ആ ഡയറി വെറുതെ വന്നവൾ വായിച്ചു നോക്കി. അതിൽ പലതും എഴുതിയിട്ടുണ്ട്. അതെ, എൻ്റെ ലക്ഷ്യം ഞാൻ നിന്നിലൂടെ സാധിപ്പിച്ചെടുക്കും. എനിക്കെൻ്റെ പ്രിയതമയെ നഷ്ടപ്പെടുത്താനാവില്ല. അതുകൊണ്ട് നിന്നിലൂടെ അവൾക്കുള്ള കുഞ്ഞിനെ നീ എനിക്ക് തരണം. അത് കഴിഞ്ഞ് നിനക്ക് പോകാം. ഇതെൻ്റെ ആഗ്രഹമാണ്. അതുവരേക്കും ഈ മേശയിൽ നിറഞ്ഞിരിക്കുന്ന ഇഞ്ചക്ഷനുകൾ നിൻ്റെ ശരീരത്തിലേക്ക് കയറും. അതുമൂലം നീ ബോധരഹിതയാകും. അതുകൊണ്ട് തന്നെ ഞാൻ കുത്തിവെക്കലും എല്ലാം അവിടെ നടത്തി തുടങ്ങും. നീ ഒന്നും അറിയുന്നില്ല. ഇതുവരെ എൻ്റെ കൂടെ ഒരു 9 മാസം നീ തുടർച്ചയായി നിൽക്കണം. അത് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെയും തന്നിട്ട് നിനക്ക് പോകാം. ശരിക്കും ആ ഒരു ഡയറി വായിച്ച് അവൾ കരഞ്ഞു പോവുകയായിരുന്നു. ഇത്രക്കും ദുഷ്ടനായിരുന്നോ? ഒരു നിമിഷം ഉമ്മയെ വിളിച്ച് എല്ലാം അറിയിക്കണമെന്ന് തോന്നി. പക്ഷെ വേണ്ട, പാവപ്പെട്ട ഉമ്മ ഞാൻ കൊട്ടാരത്തിൽ രാജകുമാരിയെ പോലെ നിൽക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അന്ന് അവൾ പുറത്തേക്കിറങ്ങി. അതെ, അനിയൻ എന്തോ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും അവളെ കണ്ടപ്പോൾ അനിയൻ എഴുന്നേറ്റു. അത് ഇത്ത, ഇവിടെ ഇരുന്നോളൂ, ഇവിടെ നല്ല കാറ്റുണ്ടാവും, ഞാൻ എഴുന്നേറ്റ് പോയിക്കോളാം. വേണ്ട, എഴുന്നേറ്റ് പോകണ്ട മോനെ. സത്യമായിട്ടും ഇവിടെ എന്താ നടക്കുന്നത്? മനസ്സിലായില്ല. ഒന്നെൻ്റെ കൂടെ വരുമോ? എങ്ങോട്ട്? വരൂ. അങ്ങനെയതാ ആ ലാബിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടേക്ക് ഞാനൊന്നും പ്രവേശിക്കുന്നത് ഇക്കാക്ക് ഇഷ്ടമല്ല. പ്രവേശനമില്ല എനിക്കൊന്നും. പെട്ടെന്ന് ആ ഡയറി എടുത്ത് അവനെ കാണിച്ചു. ആ നിമിഷം അവൻ ഞെട്ടിപ്പോയി. ഇത് അതെ, എന്നെക്കുറിച്ച് എഴുതിയതാണ് മോനെ. ഞാൻ 10 മാസം മാത്രമുള്ള എനിക്കിവിടെ. ഞാനിവിടെ ഒരു വാടക ഗർഭപാത്രത്തിന് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആരുടെയൊക്കെയോ ബീജങ്ങൾ എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട്. ശരിക്കും അത് കേട്ട അനിയൻ ഒന്ന് ഞെട്ടി. ഇത്ത, നിങ്ങൾ എന്താ പറയുന്നത്? ഞാനൊന്നും അറിഞ്ഞില്ല. ഇതെന്താ? ഉമ്മാക്കറിയുമോ ഈ ഒരു ചതി? അപ്പോൾ അതെ, എന്നും എനിക്കൊരു ഇഞ്ചക്ഷൻ നൽകും. ആ ഇഞ്ചക്ഷനിൽ ഞാൻ തളർന്ന് വീണ് പോവുകയാണ്. പക്ഷേ ഇന്നലെ ഞാൻ ആ ഇഞ്ചക്ഷൻ മാറ്റിയിട്ട് ഒരു വൈറ്റമിൻ്റെ മെഡിസിനാണ് അവിടെ വെച്ചത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുന്നു. ശരിക്കും അത് കേട്ട് അവൻ ഞെട്ടിപ്പോയി. അവൻ നേരെ ഉമ്മയുടെ അരികിലേക്ക് ചെന്നു. ഉമ്മ, ഇക്കാക്ക ചെയ്യുന്ന ദ്രോഹങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ? എന്താടാ? അതെ, അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അവരെ 10 മാസം കഴിഞ്ഞ് ഇവിടുന്ന് പറഞ്ഞു വിടും. അവരുടെ വയറ്റിൽ ആരുടെയൊക്കെയോ ബീജങ്ങൾ കുത്തിനിറച്ച് ആ കുഞ്ഞിനെ പ്രസവിച്ച് കിട്ടിയാൽ ഇത്താത്തയെ പറഞ്ഞയക്കും. എന്നിട്ട് അവർക്ക് സുഖമായി ജീവിക്കാനാണത്രേ. അതെ, അവിടെ ഒരു പെണ്ണുണ്ടത്രേ. ആ പെണ്ണിനെ പ്രസവിക്കുന്ന ഇഷ്ടമല്ല, സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് കരുതി. അതുകൊണ്ട് കുഞ്ഞ് വേണം താനും. അങ്ങനെയാണ് ഇക്കാക്കി ഒരു വിവാഹത്തിന് വേണ്ടി തുനിഞ്ഞത്. എന്നാൽ ഉമ്മ മൗനം പാലിച്ചു. എന്താ ഉമ്മ നിങ്ങളൊന്നും മിണ്ടാത്തത്? എടാ, നീ നിൻ്റെ കാര്യം നോക്കിക്കോ. അവൻ്റെ കാര്യം അവൻ നോക്കിക്കോളും. നീ അതൊന്നും നോക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് അവന് കാര്യങ്ങൾ മനസ്സിലായി. ഉമ്മ, അപ്പോൾ എല്ലാവരും കൂടി ചേർന്നുള്ള ചതിയായിരുന്നു അല്ലേ? അതെ, കറുത്ത പെണ്ണിനെ മതിയെന്ന് പറഞ്ഞിട്ട് അവളെ വഞ്ചിക്കാനായിരുന്നു അല്ലേ? ചെയ്യാൻ പാടില്ലമ്മ. നമ്മൾ തികച്ചും തെറ്റാണ് ചെയ്യുന്നത്. അതെ, വഞ്ചിക്കാൻ പാടില്ല ആ പാവപ്പെട്ട പെൺകുട്ടിയെ. എന്നാൽ ഉമ്മ കാര്യമായിട്ടൊന്നും ഉത്തരം പറഞ്ഞില്ല. അന്ന് രാത്രി പതിവ് പോലെ ഡോക്ടർ എത്തി. ലൈല, എവിടെ എൻ്റെ മുത്ത്? ഇങ്ങ് വന്നേ. ഓ പിന്നെ ലൈല, നിൻ്റെ കണ്ണുകൾ കാണുമ്പോൾ പെണ്ണെ എനിക്ക് എന്തൊക്കെയോ തോന്നാണ്. എന്തൊക്കെയോ ഭക്ഷണം കഴിച്ചോ? നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ. എന്ത് പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടോ നീ? ഇല്ല, അത് ഓ പിന്നെ എന്നാ വാ നമുക്ക്. എൻ്റെ പെണ്ണ് ഒരുപാട് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെനിക്ക് വളരെയധികം സുന്ദരിയാക്കാൻ കഴിയും. അന്നും അതാ ഇഞ്ചക്ഷനുമായി അയാൾ അവളുടെ അരികിലെത്തി. അവളെ തൊട്ടും തലോടിയും കൊണ്ട് അവളുടെ ആ ഒരു വികാരത്തെ അയാൾ തൊട്ടുണർത്തുന്നു. എന്നാൽ അവൾക്ക് മനസ്സിലായി ചതിയാണ്. എന്നാൽ പെട്ടെന്ന് അവൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ഇഞ്ചക്ഷനാ എൻ്റെ മേൽ വെക്കുന്നത്? ഒരു നിമിഷം അയാൾ ഞെട്ടിപ്പോയി. ലൈല,
നീ എന്ത് പറയുന്നത്? സത്യം പറയണം. എനിക്ക് നിങ്ങൾ എന്ത് ഇഞ്ചക്ഷന് വെക്കുന്നത്? എന്നിലൂടെ എന്ത് ചതിയാണ് നിങ്ങൾ ചെയ്യുന്നത്? ലൈല, നീ എന്താ എന്നോട് ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നു? ഞാൻ നിന്റെ ഭർത്താവല്ലേ പെണ്ണേ? സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു നിമിഷം അവൾ കുതറിയിട്ട് പറഞ്ഞു, വേണ്ട, എന്നെ തൊടണ്ട. എല്ലാം ചതിയാണ്. ചതിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. സത്യം പറയണം, എന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എൻ്റെ വയറ്റിൽ എന്താണ് നിങ്ങൾ കുത്തി വെച്ചിട്ടുള്ളത്? അത് കേട്ട ഒരു നിമിഷം ഡോക്ടർ ഞെട്ടിപ്പോയി. ഞാൻ അത് വേണ്ട, പറയണം സത്യമായിട്ടും ആരുടെ ഗർഭമാണ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തരുന്നത്? അത് കേട്ട അയാൾ ഒരു നിമിഷം, ലൈല അടങ്ങിക്കിടന്നോളാം, മനസ്സിലായല്ലോ? കറുത്തവളായി നിന്നെ സ്വീകരിച്ചതും പോരാ, നീ എന്നെ ചോദ്യം ചെയ്യുന്നോ? ആഹാ, ഇത്രയധികം സുഖവും സൗകര്യവും നിനക്ക് തന്നിട്ട്. അയാളും വളരെയധികം ദേഷ്യത്തോടു കൂടി അവളോട് സംസാരിച്ചു. നേരെ ഇഞ്ചക്ഷനുമായി അവളുടെ നേരെ ഓടിയെടുക്കുന്നു. നോ, വേണ്ട, പാടില്ല, ഞാനിത് ലോകത്ത് വിളിച്ചു പറയും ഉറക്കെ. അവൾ ശക്തമായി ആ വാതിലിൽ മുട്ടി വിളിച്ചു, ആ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. എന്നാൽ താഴെ നിന്നും അനിയൻ അത് കേൾക്കുന്നു. അവൻ ഓടിയെത്തി കോണിപ്പടികൾ ഓടിക്കൊണ്ട്, തുറക്കൂ, എന്താണ് ഇവിടെ, എന്നെ രക്ഷിക്കൂ, എന്താടി വായ അവൻ അമർത്തി പിടിച്ചു. ഇഞ്ചക്ഷൻ ചെയ്യുവാൻ വേണ്ടി നിന്നു. അപ്പോഴേക്കും അതാ അയാൾ അവളെ ഇഞ്ചക്ഷൻ ചെയ്തു. അവൾ തളർന്നു വീണു. വാതിൽ ശക്തമായി മുട്ടിയവൻ, എന്താ ഇക്ക ഇവിടെ ശബ്ദം, തുറക്കൂ. പക്ഷേ അവൻ തുറന്നില്ല. പതിവ് പോലെ അവൻ്റെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കാണുന്നില്ല. അവന് ശരിക്കും സംശയം തോന്നി, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അവളെ കൊന്നുകളയും, രക്ഷിച്ചേ മതിയാവോ. പിറ്റേന്ന് രാവിലെ ഡോക്ടർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പതിവ് പോലെ പുറത്തേക്ക് വാതിൽ പൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത്. കാരണം അവൾ ഉറക്കത്തിലായിരിക്കും, മയക്കത്തിലായിരിക്കും. എന്നാൽ അല്പസമയം കഴിഞ്ഞ് ഡോക്ടർ പോയി എന്നുറപ്പായപ്പോൾ അനിയൻ പതുക്കെ വാതിൽ തുറന്നു. അതെ, ശരിക്കും ഇഞ്ചക്ഷൻ വെച്ചിട്ട് അവൾ അവിടെ തളർന്നു കിടക്കുകയാണ്. ഇത്ത, ഏയ് ലൈല, ലൈല. അവൻ തട്ടി വിളിച്ചു. ആ ലൈല, ഇന്നും. അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവൾ ബെഡിലേക്ക് തളർന്നു വീണു. അവൾ വയർ പൊത്തിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. ലൈല, രക്ഷപ്പെടണം. ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ അവൻ കൊല്ലും. അതെ, എന്തായിരിക്കും ലക്ഷ്യം എനിക്കറിയുന്നില്ല. തൽക്കാലം രക്ഷപ്പെട്ടേ മതിയാവോ. ഒരിക്കൽ പോലും ഇനി അവൻ്റെ ഭാര്യയായി ഇവിടെ തുടരുന്നത് ശരിയല്ല. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയുന്നില്ല. അങ്ങനെ അതാ അനിയൻ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ്റെ കാർ എടുക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഉമ്മ അത് കാണുന്നു. എങ്ങോട്ടാ? അത് ഇത്താക്ക് ഒരു വയറുവേദന. അതിപ്പോൾ നീ എന്തിനു നോക്കുന്നത്? അവളുടെ ഭർത്താവ് ഡോക്ടറല്ലേ, പിന്നെ എന്തിനാ നീ അത് കാണിക്കുന്നത്? അത്രക്കും അസഹനീയമായ വേദന കൊണ്ട് അവർ പുളയുകയാണ്. ഇങ്ങോട്ട് അകത്തേക്ക് കയറിയേക്ക്, അല്ലാതെ അവൻ വരാതെ പോകണ്ട. ഉമ്മ, അത്രക്കും ബുദ്ധിമുട്ടുള്ള ഒരു അവസരമാണിത്, നമ്മൾ പോയേ തീരൂ. എന്നാൽ ഉമ്മയുടെ വാക്ക് വക വെക്കാതെ അവൻ അവളെയും കൊണ്ട് പോയി. നേരെ ഹോസ്പിറ്റലിലേക്കല്ലായിരുന്നു, അതെ, ഒരു വീട്ടിലേക്ക്. അത് തൽക്കാലം നിങ്ങളിവിടെ നിൽക്കണം. അതായത് നിങ്ങൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാം. ഇത് ശരിക്കും സേഫ്റ്റിയുള്ള സ്ഥലമാണ്. ഇനിയും എൻ്റെ ജ്യേഷ്ഠൻ്റെ റൂമിൽ നിൽക്കുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ച് നിങ്ങളെ കൊല്ലാനും മടിക്കൂല. മോനെ, എൻ്റെ വയറ്റിൽ. അതൊന്നും സാരമില്ല, അതൊന്നും പ്രശ്നമല്ല, ഇപ്പോൾ അതൊന്നും നോക്കണ്ട. എന്നാൽ തലേ ദിവസത്തെ ആ ഒരു അടിയും പിടിയും, അതെ, അവൾ ഒരിക്കൽ പോലും അവനെ ഇഞ്ചക്ഷൻ വെക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു ദേഷ്യത്തിൽ ശക്തമായി അവൻ അവളെ കട്ടിലിലേക്ക് പിടിച്ച് തള്ളുകയായിരുന്നു ചെയ്തത്. പിന്നെയാണ് ഇഞ്ചക്ഷൻ വെച്ചത്. അതെ, അവൾ ശരിക്കും പിടഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ അവൾ സുരക്ഷിതമായി ഒരു വീട്ടിലാണ്. അന്ന് പതിവ് പോലെ ഡോക്ടർ എത്തി നോക്കി. വാതിൽ തുറന്നു കിടക്കുന്നു. ലൈല, ലൈല, എവിടെ നീ? അങ്ങനെ ലൈലയെ തിരയുകയാണ്. പെട്ടെന്ന്, ഉമ്മ, ലൈല എവിടെ? അവൾക്ക് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മറ്റോന്. എന്തിന്? എന്താ അവൾക്ക് അസുഖം? അവൾക്ക് ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാല്ലേ, വേറെ എന്തിനാ? എല്ലാം പോയെന്ന് തോന്നുന്നു. എന്നാൽ ഈ സമയം ഉമ്മയോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾക്കെന്താ പോകണ്ടെന്ന് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞു, പക്ഷേ സുഖമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോയി. അവൻ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഫോണ് സ്വിച്ച് ഓഫ്. എന്നാൽ അതിനിടയിൽ ലൈല വിചാരിച്ചു, അതെ, തനിക്ക് പറ്റിയ ഈ ഒരു ക്രൂരത ഒരു പെണ്ണിനും പറ്റരുത്. അപ്പോൾ തന്നെ അനിയൻ എത്തിയപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. മോനെ റബി, എനിക്ക് എൻ്റെ അവസ്ഥ ഒരാൾക്കും വരരുത്. കേസ് കൊടുക്കണം. സ്വന്തം ജ്യേഷ്ഠനാണ്, ശരിയാണ്, കേസ് കൊടുത്ത് മതിയാവോ. ഇങ്ങനെ ഒന്നും പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല, അതൊരിക്കലും പാടില്ല. റബി അത് പറഞ്ഞു. എന്നാൽ ഈ നിമിഷം അവൻ വീട്ടിലേക്ക് പോയി. റബീനെ കണ്ടതും ജ്യേഷ്ഠൻ തുരുതുരെ തല്ലുകയായിരുന്നു. എവിടെയാടാ എൻ്റെ പെണ്ണ്? ലൈല എവിടെ? പറ,
പറയടാ, നിനക്കറിയാലോ അത് അവർ ഹോസ്പിറ്റലിലാണ്. എന്തിന്? ഞാനിവിടെ ഉണ്ടാകുമ്പോൾ എന്തിനു വേണ്ടിയിട്ട്? എന്തിനാണ്? അതെ, അവനെ പൊതിരെ അവൻ തല്ലുന്നു. ഡോക്ടർ, വേണ്ട, എന്നെ തല്ലണ്ട. അതെ, നിങ്ങൾക്കെതിരെയുള്ള കേസുകളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഡോക്ടർ ഞെട്ടി. എന്ത് എന്ത് കേസ് കൊടുത്തെന്നോ? അതെ, എൻ്റെ ഇക്ക ചെയ്തത് ശരിയാണോ? മറ്റാരുടെയൊക്കെ ഗർഭം കൊണ്ടുവന്നിട്ട് ഇത്താത്ത കുത്തിവെച്ച് അവരുടെ വാടക ഗർഭപാത്രത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വിനിയോഗിക്കുന്നത്? അതാണ് ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്യേണ്ടത്? നാണമില്ലേ? എന്നാൽ അത് കേട്ടതും റബീനെ നല്ല രീതിയിൽ അവൻ തല്ലുകയായിരുന്നു. എന്നെ തല്ലിക്കോ, പക്ഷേ ഡോക്ടർ സാറ് കൊണ്ടാൻ ആൾക്കാർ വരും. അവൾ അന്ന് തന്നെ പോലീസിൽ വിവരമറിയിച്ചു. കാര്യങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു. ഓഹോ, അപ്പോൾ ഇത്രക്കും ഒരു ഡോക്ടർ ഇത്രയധികം നിയമം ലംഘിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? പിറ്റേ ദിവസം തന്നെ ആ വീടിൻ്റെ മുമ്പിലേക്ക് പോലീസ് ജീപ്പ് വരുന്നു. ഉമ്മ ശരിക്കും അത്ഭുതപ്പെട്ടു. എന്താ മോനെ പറ്റിയത്? അതെ, കേസ് കൊടുത്തു. അതന്നെ, നിങ്ങളെ മരുമകളും നിങ്ങളെ മകനും കൂടെ. അവർ അവനെ പിടിച്ചു വലിച്ച് ഇടുന്നു. അതെ, ഞാനൊരു ഡോക്ടറാണ്, അതിനൊരു മാന്യത വേണം. എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ അതിക്രമിച്ച് കടന്ന് എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാനേ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? സാറ് ചെയ്തത് അതിനേക്കാളും വലിയ ചെറ്റത്തിലാണ്. അതുകൊണ്ട് ഇതേ വഴിയുള്ളൂ. അങ്ങനെ കേസുകൾ കോടതിയിലെത്തി. ശരിക്കും ആളുകളുടെ മുമ്പിൽ നല്ലവനായ ആ ഒരു ഡോക്ടർ ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റത്തിന് ശരിക്കും ആ ഒരു അഴിക്കൂട്ടിൽ ഭാര്യയെയും മുന്നിലേക്ക് വിളിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൾ വിശദമായി. അതെ, എന്നും ഇഞ്ചക്ഷൻ നൽകാറുണ്ട്, പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അതിനിടക്ക് അവൾക്ക് ബ്ലീഡിങ്ങും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. അബോർഷൻ അത് വേണമെന്നും പറഞ്ഞു. ആ നിമിഷം അവൻ ഞാൻ ലക്ഷ്യങ്ങൾ മുടക്കി ഉണ്ടാക്കിയ എൻ്റെ കുഞ്ഞ് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ അക്രമങ്ങൾ കൊണ്ട് തന്നെ ശക്തമായി അവൻ തലേ ദിവസം അവളെ ഒരുപാട് ഉപദ്രവിച്ചതാണ് ഇഞ്ചക്ഷൻ ചെയ്യുവാൻ വേണ്ടിയിട്ട്. പിന്നീട് അതറിഞ്ഞു അത് അബോർഷനായി എന്നുള്ളത്. ശരിക്കും അവൻ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. എല്ലാത്തിനും കാരണക്കാരി അവളെ ഞാൻ കൊല്ലും എന്നുള്ള രീതിയിലായി. എന്നാൽ തൻ്റെ അനിയനെയും വിളിച്ച് താക്കീത് നൽകി. പക്ഷേ അയാൾക്ക് അപ്പോഴേക്കും ശിക്ഷ പുറപ്പെടുവിച്ചിരുന്നു. 10 വർഷം കഠിന തടവും 50 ലക്ഷം രൂപയും. കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതം കൊണ്ട് അത്രക്കും ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്. എന്നാൽ ലൈലയും ആകെ തളർന്നു പോയിരുന്നു. തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, എല്ലാം നശിപ്പിച്ചു. എൻ്റെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ കുത്തിയിറക്കി, പലതും ചെയ്തു, പലതും ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടി. വയറുവേദനിക്കുന്നു, വല്ലാതെ അസ്വസ്ഥത അനുഭവപ്പെടുന്നു. എന്നാൽ അവൾക്ക് തോന്നി എനിക്ക് മരിക്കാനുള്ളൊരു ഇഞ്ചക്ഷൻ തന്നേക്കും. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് കരഞ്ഞു. കാരണം പാവം ആ പെണ്ണ് ഒരുപാട് വിഷമിച്ചു, വേദനിച്ചു തൻ്റെ ഭർത്താവിൻ്റെ ക്രൂരകൃത്യങ്ങൾ കൊണ്ട്. അപ്പോഴേക്കും അവളുടെ ഉമ്മയും അങ്ങോട്ടെത്തി. പൊന്നുമോളെ, എന്തു പറ്റി? എൻ്റെ പൊന്നുമോൾക്ക് എന്ത് പറ്റി? നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിവാഹം കഴിച്ചത്. ഇത്രയ്ക്കും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചില്ലല്ലോ. എന്നാൽ വൈകാതെ തന്നെ ഡോക്ടറെ പോലീസ് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. കാരണം തൻ്റെ ജീവിതം നശിച്ചു പോയി. എൻ്റെ മോളെ എന്ത് ചെയ്യും? എൻ്റെ മോൾക്കൊരു കുഴപ്പമില്ലാതെ വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു. എന്തിനാണ് മോനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തിയത്? ഭർത്താവിൻ്റെ അനിയനെ നോക്കിക്കൊണ്ട് ആ ഉമ്മ കരഞ്ഞു. പെട്ടെന്ന് ഭർത്താവിൻ്റെ ഉമ്മയോട് അവൻ പറഞ്ഞു, ഉമ്മ, നിങ്ങളെ മകളെ ഞാൻ ഏറ്റെടുക്കും. ഇന്ന് തന്നെ അവളുടെ കഴുത്തിൽ ഞാൻ മഹറണിയിക്കും. അവൾ ഇനി മുതൽ എൻ്റെ പെണ്ണാണ്. എൻ്റെ ജ്യേഷ്ഠൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾക്കൊക്കെ പകരമായിക്കൊണ്ട് അവൾക്ക് ഞാൻ നല്ലൊരു ജീവിതം നൽകും. ശരിക്കും അവൻ്റെ വാക്കുകൾ കേട്ട് ആ ഉമ്മയുടെ കണ്ണുകൾ വിടർന്നു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. മോനെ, ഞാൻ നിന്നെ അനിയനെ പോലെ. നോ, അനിയനല്ല, പ്രായം കൊണ്ട് എൻ്റെ എത്രയോ താഴെയാണ് നീ എൻ്റെ പെണ്ണാണ് ഇന്നു മുതൽ. അങ്ങനെ ലൈലക്ക് അനിയൻ റബിയ നല്ലൊരു ജീവിതം കൊടുക്കുകയാണ്. ചതിയനായ ഡോക്ടർ ജയിലിലും ആവുകയാണ്. ഇന്ന് ലൈലക്ക് നല്ലൊരു ജീവിതം അവൻ നൽകിക്കഴിഞ്ഞു. റബിയ അവൻ്റെ യഥാർത്ഥ സ്നേഹം കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ലൈലയെ നെഞ്ചോട് ചേർത്തു. സുഖസുന്ദരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. വൈകാതെ അവൾ ഗർഭിണിയുമായി സ്വന്തം ഭർത്താവിൻ്റെ സ്വന്തം കുഞ്ഞിനെ അവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു.